തിരിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട നീക്കം. ലാഹോറിലും കറാച്ചിയിലും സ്ഫോടന പരമ്പര. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യൻ ആക്രമണമെന്ന് പാകിസ്ഥാൻ. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ 14 പാക് സൈനികരെ ബലൂച്ച് ലിബറേഷൻ ആർമി വധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ജയ്ഷെ മുഹമ്മദിന് കനത്ത പ്രഹരം. കൊല്ലപ്പെട്ടവരിൽ കൊടും ഭീകരൻ ജയ്ഷ് സുപ്രീം കമാൻഡന്റ് അബ്ദുൾ റൌഫ് അസദും. കൊല്ലപ്പെട്ടത് കാണ്ഡഹാർ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരനും മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ. ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം, വധിച്ചത് 100ഓളം ഭീകരരെയെന്ന് കേന്ദ്ര സർക്കാർ. സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിൽ വിമർശനവുമായി കോൺഗ്രസ്. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് കോൺഗ്രസ്. ഇന്ത്യൻ വിമാനങ്ങൾ തകർത്തോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP. കശ്മീർ അതിർത്തിയിലെ പൂഞ്ചിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ മരണം 13ആയി. 59 പേർക്ക് പരിക്കെന്നും വിദേശകാര്യ മന്ത്രാലയം. ഒരു ഇന്ത്യൻ സൈനികന് വീരമൃത്യു. പാക് ആക്രമണം ഗുരുദ്വാരയ്ക്ക് നേരെയും. തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് അനുമതി. പഞ്ചാബ് അതിർത്തിയിൽ പാക് മിസൈൽ ഇന്ത്യ തകർത്തു. രാജ്യത്തെ 27 വിമാനത്താവളങ്ങൾ ശനിയാഴ്ച രാവിലെ വരെ അടച്ചിടും. Allegation of 5 fighter jets shot down. Where's the evidence for that, sir? It's all over the social media, on Indian social media, not on our social media. ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന അവകാശവാദത്തിൽ മലക്കമറിഞ്ഞ് പാകിസ്ഥാൻ. തെളിവ് സോഷ്യൽ മീഡിയയിലുണ്ടെന്ന വിചിത്ര മറുപടിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ സംസാരിച്ചുവെന്ന് പാക് വിദേശമന്ത്രി ഇഷാഖ് ദർ. ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്ത് ഭീകര സംഘടനയായ അൽ ഖൈദ. ജിഹാദ് ആഹ്വാനം ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ചുള്ള പ്രസ്താവനയിൽ പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യൻ ആക്രമണം എന്ന പ്രസ്താവന പ്രചരിപ്പിച്ചത് അൽ ഖൈദയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡ വിഭാഗം. KPCC നേതൃമാറ്റ അഭ്യൂഹത്തിനിടെ കെ സുധാകരനെ പിന്തുണച്ച് വീണ്ടും ഫ്ലക്സുകൾ. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പേരിൽ തിരുവനന്തപുരം ഇന്ദിരാഭവന് മുന്നിൽ ഫ്ലക്സ്. കണ്ണൂർ പയ്യന്നൂരിലെ ബോർഡിൽ KS തുടരണമെന്ന ആവശ്യം.